വന്ദേ മാതരം പാടിയതുകൊണ്ട് ചോദ്യപേപ്പർ ചോർന്നത് ശരിയാക്കപ്പെടില്ലല്ലോ, പെട്രോളിന്റെ വില കുറയില്ലല്ലോ, ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതിൽ കുറെ കൂടി നല്ലത്. നിങ്ങൾ കുറെ കാലം മുമ്പ് രാമക്ഷേത്രം ഉണ്ടാക്കാൻ വന്നു, രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ കൊള്ളയടിച്ചു. ഇപ്പൊ അത് ആരാണ് കൊള്ളയടിച്ചെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തത്ര സകല സംഖ്യകളും കൈയിട്ട് വാരി. എന്തിന് നരേന്ദ്രമോദിയുടെ യാത്രാപ്പടിയിൽ വരെ കൈയിട്ട് വാരുന്ന സംഖ്യകളായിട്ട് നിങ്ങൾ മാറി, സ്വന്തം പാർട്ടിയുടെ കൊടി മറച്ചു വെക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറി. അപ്പോൾ നിങ്ങൾ വന്ദേ മാതരം പാടുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം, ഞങ്ങൾക്ക് അത് തോന്നുന്നില്ല. ബ്രിട്ടീഷുകാരോട് പോരാടിയ സമയത്ത് അത് മുഴുവൻ പാടണ്ട എന്ന് തീരുമാനിച്ച നേതാവിന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവരുടെ ചരിത്രം പേറുന്ന പിന്മുറക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ആ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാനില്ല. എന്നെ കൊണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ കൊണ്ടോ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ കൊണ്ടോ മതവിശ്വാസികളെ കൊണ്ടോ ലക്ഷ്മി എന്നും ദുർഗ എന്നും പാടിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ ദേശാഭിമാനികളായിട്ടുള്ള ഹിന്ദുക്കൾ പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോഴാണ് നിങ്ങളൊരു വന്ദേ മാതരം കൊണ്ടുവന്നിരിക്കുന്നത്. അത് കയ്യിൽ വെച്ചാൽ മതി. ചരിത്രം കുറച്ചുകൂടി പഠിച്ചിട്ട് സംസാരിക്കാൻ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്കൊരു ഉപദേശമുണ്ട്. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.